കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഇന്നലെ രാത്രി വെട്ടേറ്റു മരിച്ച CPM നേതാവിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളുള്ളത്. അതിനായി പാർട്ടി പതാക CPMന്റെ പതാക പുതപ്പിച്ച് മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. CPMന്റെ പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിലെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെയുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ, പൊതുദർശനം, അതിന്റെ വിവരങ്ങൾ? ഏതൊക്കെ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടോ? ദൃശ്യങ്ങളിൽ കുറേയധികം നേതാക്കളെ നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സത്യന്റെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആംബുലൻസിൽ കയറ്റി ഇപ്പോൾ ജന്മനാടായ കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിരവധി പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരായ ആളുകളും നേതാക്കളുമാണ് മൃതദേഹം ഏറ്റുവാങ്ങാനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. CPMന്റെ ജില്ലാ സെക്രട്ടറി P മോഹനൻ, ഒപ്പം തന്നെ MLA മാരായ M വിജിൻ, കൊയിലാണ്ടി MLA കൂടിയായ കാനത്തിൽ ജമീല, അതോടൊപ്പം DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് ഉൾപ്പെടെയുള്ള CPMന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ മൃതദേഹം ഏറ്റുവാങ്ങാനായി ഇവിടേക്ക് എത്തിയിരുന്നു. ഇനി പൊതുദർശന ചടങ്ങുകൾ ഉൾപ്പെടെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുക. വൈകിട്ട് 8 മണിക്കാണ് നിലവിൽ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. വിവിധയിടങ്ങളിൽ വിലാപയാത്രയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും. 2 മണിക്ക് വെങ്ങളത്ത്, 2:15 തിരുവങ്ങൂർ, 2:30 പൂക്കാട്, 2:45 പോയിൻകാവ്, 3 മണിക്ക് ചെങ്കോട്ടുകാവ്, 3:15 മുതൽ 5 മണി വരെ കൊയിലാണ്ടി സെൻട്രൽ LC ഓഫീസിലും പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ CPMന്റെ ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. 5 മണിക്ക് മൃതദേഹം സത്യന്റെ വീട്ടിലെത്തിക്കും. തുടർന്ന് 5 മണി മുതൽ 8 മണി വരെ വീട്ടിൽ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടായിരിക്കും. തുടർന്ന് 8 മണിക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സമയക്രമീകരണങ്ങളിൽ മാറ്റം വരുമോ എന്നതിൽ വരും മണിക്കൂറിൽ മാത്രമായിരിക്കും കൂടുതൽ വ്യക്തത വരിക. എന്താണെങ്കിലും ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി 11 മണിയോടെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു. തുടർന്നാണ് ഇപ്പോൾ മൃതദേഹം കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നത്. നിലവിൽ ഇൻക്വസ്റ്റിന്റെ റിപ്പോർട്ട് വിവരങ്ങൾ ചിലതായി പുറത്തു വരുന്നുണ്ട്. സത്യന്റെ ശരീരത്ത് 6 മുറിവേറ്റിട്ടുണ്ട്. അതിൽ 5 എണ്ണം ആഴത്തിലുള്ളതാണ് എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. നെഞ്ചിലും കഴുത്തിലും 5 ആഴത്തിലുള്ള മുറിവുകളുണ്ട്. ഇതാണ് മരണകാരണം എന്താണ് നിലവിലെ നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ മരണകാരണം എന്താണ് എന്ന് സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. നിരവധി ആളുകളാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി വിവിധയിടങ്ങളിൽ പൊതുദർശന ചടങ്ങുകളും നടക്കും. വിലാപയാത്രയായി മൃതദേഹം അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് രാത്രി ഒരുപക്ഷെ 8 മണിക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനിടയിൽ വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി കുറച്ചു സമയം നിർത്തുകയും ചെയ്യും എന്ന് CPM നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.